ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഇവിടെ ഇപ്പോഴും അതിശൈത്യം തുടരുകയാണ്. അതിശൈത്യം എന്നുള്ള വാക്ക് തന്നെയാണ് കറക്റ്റ്. കാരണം എത്രത്തോളം ആ വാക്ക് എത്രത്തോളം ഹാർഡാണെന്നുള്ളത് മനസ്സിലാവുന്നത് നേരിട്ട് അനുഭവിക്കുമ്പോഴാണ്. കാരണം അത് ഓവർകം ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്കിത് കാണാൻ നല്ല രസമാണ്, നേരിട്ട് അനുഭവിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മുടെ ഹെൽത്തിലും നമ്മുടെ സ്കിന്നിലും അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുമ്പോഴേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ എന്ന് പറയുന്നത് കറക്റ്റാണ്. ഇപ്പോഴും തണുപ്പുണ്ട്, നല്ല തണുപ്പ് തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ലീവിലായിരുന്നു. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് റെസ്റ്റ് എടുത്തു, മെഡിസിൻ കഴിച്ചു. കാരണം 1.5 വർഷമായിട്ട് അല്ലെങ്കിൽ 2 വർഷമായിട്ട് ഞാൻ കംപ്ലീറ്റ് ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാൻ ലീവ് എടുത്ത് റെസ്റ്റ് എടുത്തു, മെഡിസിൻ കഴിച്ചു. ഇപ്പോൾ ഒന്ന് ഹെൽത്തൊക്കെ ഓക്കെ ആയി. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ കുറേ മെയിലും FBയിൽ കുറേ മെസ്സേജൊക്കെ വന്ന് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊക്കെ നോക്കിയപ്പോൾ എനിക്ക് വന്ന മെസ്സേജുകളിൽ കുറേ കോമൺ ആയിട്ടുള്ള മെയിലും മെസ്സേജുകൾ എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഇപ്പോൾ യൂറോപ്പിൽ അല്ലെങ്കിൽ ക്രൊയേഷ്യയിൽ എന്തുകൊണ്ടാണ് വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നില്ല എന്ന് പറയുന്നത്, 2026 റൂൾസ് വല്ല മാറ്റമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് എനിക്ക് കോമൺ ആയിട്ട് കുറേ മെസ്സേജ് വന്നിരിക്കുന്നത്. അതായത് ഇവരൊക്കെ ഏജൻസിക്ക് പൈസ കൊടുത്തിട്ടുള്ള ആൾക്കാരാണ്. ഏജൻസിക്ക് പൈസ കൊടുത്തിട്ട് 1 വർഷം 1.5 വർഷം മുമ്പേ പൈസ കൊടുത്ത ആൾക്കാരാണ്. ഇവർ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു, എല്ലാം ഓക്കെയാണ്. പക്ഷേ VFSൽ ഡേറ്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യാത്ത വർക്ക് പെർമിറ്റ് കൈ കിട്ടുന്നില്ല. അപ്പോൾ ഏജൻസി ഇവരെ പറ്റിക്കുകയാണോ അല്ലെങ്കിൽ ഏജൻസി പറയുന്നത് നുണയാണോ എന്താണെന്ന് വിശ്വസിക്കാൻ മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. കാരണം ആരാണെന്ന് പറഞ്ഞാലും 1.5 വർഷത്തോളം ഇപ്പം ശരിയാവും നാളെ ശരിയാവും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ അതൊരു അസ്വാഭാവികത നമുക്ക് തോന്നുമല്ലോ. അതിൽ ആരും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഏജൻസി പറയുന്നത് സത്യമാണോ, ഏജൻസി പറയുന്നത് VFSൽ ഡേറ്റ് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നത് സത്യമാണോ എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. 1.5 വർഷം മുന്നേ പൈസ കൊടുത്തിട്ടുള്ള ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് അവർക്ക് സ്വാഭാവികമായിട്ടും ടെൻഷൻ ഉണ്ടാകും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒത്തിരി മെസ്സേജ് ഈ ഒരു സാധനമാണ് കോമൺ ആയിട്ട് വന്നിരിക്കുന്നത്. 2026 റൂൾസിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചിട്ടാണ്, അത് സത്യമാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഒരുപാട് കമൻസ് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കോമൺ ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് ഈ റിപ്ലൈ ആയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഇതിൻ്റെയൊക്കെ റിപ്ലൈ ആയിട്ട് നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ നിലവിൽ ഇവിടുത്തെ ഗവൺമെൻറ് വർക്ക് പെർമിറ്റ് ഇഷ്യൂ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്, ഇഷ്യൂ ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇവിടെ ഇല്ലീഗലായിട്ട് ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇവിടുത്തെ ഗവൺമെൻറ്റിന് അതെല്ലാം ആദ്യം ക്ലിയർ ചെയ്യണം. കാരണം ഇല്ലീഗലായിട്ട് ഒരുപാട് പേര് ഇവിടെ താമസിക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ ഗവൺമെൻറ്റിന് ബുദ്ധിമുട്ടാണ്. അവർക്കൊക്കെ ജോലി ഇല്ലാതെ അവരൊക്കെ ഇവിടെ കിടന്ന് തെണ്ടിത്തിരിയുന്നത് ഇവിടുത്തെ ഗവൺമെൻറ്റിന് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അവരത് മാക്സിമം ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് നിലവിൽ വർക്ക് പെർമിറ്റ് ഒന്നും ഇവിടേക്ക് ഇഷ്യൂ ചെയ്യുന്നില്ല. ഇല്ലീഗലായിട്ട് ഇവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ഒട്ടുമിക്കതും ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ അവരിനി വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുള്ളൂ. അതിനെന്ത് കാലതാമസം എടുക്കുമെന്ന് ചോദിച്ചാൽ നമുക്കതിലൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് വർഷങ്ങൾ എടുത്തേക്കാം. കാരണം അതിന് മാത്രം ആൾക്കാർ ഇവിടെ ഇല്ലീഗലായിട്ട് ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ട് തന്നെ ഒത്തിരി പേരെ ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ പേപ്പറൊന്നും ക്ലിയർ അല്ല. അവരുടെ കാലാവധി കഴിഞ്ഞ പേപ്പറുകൾ കൊണ്ട് നടക്കുന്നവരെ അപ്പം തന്നെ ഇവർ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് അറിയാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഒന്ന് റോഡിലേക്ക് ഇറങ്ങിയാൽ ഇവിടുത്തെ പോലീസ് കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ചെക്ക് ചെയ്യുമല്ല, നമ്മുടെ നിന്നെല്ലാം വാങ്ങിച്ച് ചെക്ക് ചെയ്യും. ഒന്നും ക്ലിയർ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ തിരിച്ച് നമ്മളെ പറഞ്ഞു വിടും അവർ. അപ്പോൾ അതുപോലെ ഇല്ലീഗലായിട്ട് ഇവിടെ സ്റ്റേ ചെയ്യുന്ന എല്ലാ ആൾക്കാരെയും ഇവർ ക്ലിയർ ചെയ്ത് വിടും. അത് കഴിഞ്ഞിട്ട് മാത്രമേ ഇനി ഇവർ അടുത്ത വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ വർഷങ്ങളെടുത്തേക്കാം, ചിലപ്പോൾ മാസങ്ങളെടുത്തേക്കാം. അതിൽ നമുക്ക് കൃത്യമായിട്ട് ഇതൊന്നും പറയാൻ പറ്റില്ല, ഒരു കാലതാമസം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഏജൻസി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്, വർക്ക് പെർമിറ്റ് ഇപ്പോൾ ഇവിടെ ഇഷ്യൂ ചെയ്യുന്നില്ല. അപ്പം അത് ഓർത്ത് ടെൻഷൻ വേണ്ട. പിന്നെ നിങ്ങൾക്ക് കിട്ടിയ ജോലി, അതായത് അവർ പറഞ്ഞിരിക്കുന്ന ജോലി സത്യമാണോ അല്ലെങ്കിൽ അത് മാത്രം നിങ്ങൾ തിരക്കിയാൽ മതി. ഇപ്പം നിലവിൽ ഇവിടെ വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോയോ ആയിട്ടോ എന്തെങ്കിലും ഞാൻ ഇട്ടേക്കാം. ഇതിൽ എപ്പോഴെങ്കിലും ഇത് ഓപ്പൺ ആകുകയാണെങ്കിലോ അല്ലെങ്കിൽ VFSൽ എല്ലാം ഓപ്പൺ ആകുകയാണെങ്കിലോ ഞാൻ ഇതിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തേക്കാം. ഇനി ഇതിൽ 2026 റൂൾസിനെ കുറിച്ച്, ഇവിടുത്തെ ചേഞ്ചായ റൂൾസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെയും ഞാനൊരു വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. അത് ക്രൊയേഷ്യയിൽ മാത്രമല്ല, യൂറോപ്പിൽ മൊത്തത്തിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ സെലക്ട് ചെയ്യുന്ന കുറച്ച് കൺട്രീസ് ഉണ്ടല്ലോ, അവിടുത്തെയൊക്കെ 2026 ചേഞ്ചായ റൂൾസിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി. ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.